ഹേ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ടെക്നോളജിയും കസ്റ്റമർ ഫീഡ്ബാക്കിനെയും ബന്ധിപ്പിച്ചുകൊണ്ടൊരു എക്സൈറ്റിംഗ് പ്രൊജക്റ്റാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതിൽ വന്നിട്ട് ഡീപ് ലേണിംഗിലെ ട്രാൻസ്ഫോമർ മോഡലുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സെന്റിമെന്റ് അനാലിസിസ് എന്ന പ്രോസസ്സിനെ എക്സ്പ്ലോർ ചെയ്യാണ് പോകുന്നത്. കാവോ എന്ന ഷോപ്പിംഗ് വെബ്സൈറ്റിലെ കസ്റ്റമർ റിവ്യൂസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്ന് ഈ സെന്റിമെന്റ് അനാലിസിസ് നടത്തിയിരിക്കുന്നത്. ബിസിനസ്സുകളെ അല്ലെങ്കിൽ കമ്പനികളെ ഇൻഫോർമഡ് ഡിസിഷൻസ് എടുക്കുന്നതിനും കസ്റ്റമർ എക്സ്പീരിയൻസ് ഇംപ്രൂവ് ചെയ്യുന്നതിനും ഓവറോൾ ബിസിനസ് സ്ട്രാറ്റജീസ് എൻഹാൻസ് ചെയ്യുന്നതിനും ഇത് എങ്ങനെയാണ് സഹായിക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പം ഇതിൽ ഫസ്റ്റ് വന്നിട്ട് കസ്റ്റമർ റിവ്യൂസ്, അതുപോലെ സോഷ്യൽ മീഡിയ കമൻറ്റ്സ്, അതുപോലെ അതർ ടെക്സ്ച്വൽ ആയിട്ടുള്ള ഫീഡ്ബാക്കുകൾ, ഇതൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഓരോ കസ്റ്റമേഴ്സിൻ്റെയും വ്യത്യസ്ത പ്രൊഡക്റ്റുകൾ, സർവീസുകൾ, ബ്രാൻഡുകൾ എന്നിവ സൃഷ്ടിക്കുന്ന ഇമ്പാക്റ്റ് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇൻഡിവിജ്വൽ കസ്റ്റമേഴ്സ് റേസ് ചെയ്യുന്ന സ്പെസിഫിക് ഇഷ്യൂസിനെ മനസ്സിലാക്കി കോമൺ തീമിനെ ഐഡന്റിഫൈ ചെയ്ത് അവ പ്രോപ്പറായിട്ട് അഡ്രസ്സ് ചെയ്യാൻ ഇത് കമ്പനികളെ സഹായിക്കുന്നു. ഇങ്ങനെ നെഗറ്റീവ് സെന്റിമെന്റ്സ് ഓർ ക്രിറ്റിസിസം അനലൈസ് ചെയ്ത് ഓരോ പ്രൊഡക്റ്റിലേക്കും ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരാൻ ബിസിനസ്സുകൾക്ക് ഇതുപോലെ സാധിക്കുന്നു. ഇത് ഒരു പരിധിവരെ കസ്റ്റമർ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റിന്റെ, അതായത് കസ്റ്റമർ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കാനും കാരണമായിട്ട് തരുന്നു. കമ്പനികൾ ഇത്തരം ഫീഡ്ബാക്കുകൾ ഉപയോഗപ്പെടുത്തി കസ്റ്റമർ സപ്പോർട്ട് എൻഹാൻസ് ചെയ്യുകയും അതുവഴി കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ അൾട്ടിമേറ്റ്ലി ഇൻക്രീസ് ചെയ്യുകയുമാണ് നടക്കുന്നത്. മാർക്കറ്റ് റിസർച്ചിനും കോമ്പറ്റേറ്റർ അനാലിസിസിനും എല്ലാം ഇത്തരം സെന്റിമെന്റ് അനാലിസിസുകൾ വളരെ ഉപകാരപ്രദമാണ്. ഇത്തരത്തിൽ കസ്റ്റമേഴ്സ് എക്സ്പ്രസ് ചെയ്യുന്ന സെന്റിമെന്റ്സിനെ അടിസ്ഥാനപ്പെടുത്തി മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ടൈലർ ചെയ്യുന്നതിനും പോസിറ്റീവ് സെന്റിമെന്റിനെ മാർക്കറ്റിംഗ് കാമ്പയിൻസിൽ ഹൈലൈറ്റ് ചെയ്യുന്നതിനും അതുപോലെ നെഗറ്റീവ് സെന്റിമെന്റിനെ ട്രാൻസ്പാരന്റ് ആയി അഡ്രസ് ചെയ്യുന്നതിനും സെന്റിമെന്റ് അനാലിസിസ് സഹായിക്കുന്നു. നമ്മുടെ ഇന്നത്തെ മിഷനിൽ കാവോ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റിന്റെ കസ്റ്റമർ റിവ്യൂസിനെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അതുപോലെ തന്നെ ന്യൂട്രൽ എന്ന് അഡ്രസ് ചെയ്ത് കസ്റ്റമർ അവരുടെ പ്രൊഡക്റ്റിനെയും സർവീസിനെയും പറ്റി എന്താണ് ചിന്തിക്കുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ടാണ് പോകുന്നത്. ഓക്കെ, ദെൻ ലെറ്റ്സ് ബ്രേക്ക് ഡൗൺ ഇൻ ടു ഫസ്റ്റ് പാർട്ട് ഓഫ് അവർ കോഡ്. ഇവിടെ നമ്മൾ കോഡ് ആരംഭിക്കുന്നത് ഹഗ്ഗിംഗ് ഫേസിലെ ട്രാൻസ്ഫോമർ ലൈബ്രറിയിൽ നിന്നും എടുത്തിട്ടുള്ള സെന്റിമെന്റ് അനാലിസിസ് മോഡലായ ബെർട്ട് അഥവാ ബൈ ഡയറക്ഷണൽ എൻകോഡർ റെപ്രസെന്റേഷൻ ഫ്രം ട്രാൻസ്ഫോമേഴ്സ് എന്ന മോഡലിനെ ബേസ് ചെയ്തിട്ടാണ്. ലാംഗ്വേജിലെ കോണ്ടെക്സ്റ്റിനെ എളുപ്പത്തിൽ ക്യാപ്ചർ ചെയ്യാൻ ബെർട്ട് മോഡലിന് സാധിക്കുന്നു. അടുത്തതായി നമ്മൾ CSV ഫയലിനെ ലോഡ് ചെയ്യുന്നു. സോ ദെൻ കസ്റ്റമർ റിവ്യൂസിനെ CSV ഫയലിൽ നിന്നും റീഡ് ചെയ്ത് നെഗറ്റീവ്, ന്യൂട്രൽ, പോസിറ്റീവ് ലേബലുകളെ ന്യൂമറിക്കൽ സെന്റിമെന്റുകളായി കൺവേർട്ട് ചെയ്യുന്നു. സോ ആ ഒരു പോർഷൻ വരുന്നത് ഈ ഒരു ഭാഗത്താണ്. അപ്പൊ നമുക്ക് ആദ്യം വന്നിട്ട് നമ്മുടെ ഡാറ്റ സെറ്റ് ഒന്ന് നോക്കാം. ഇതിപ്പോ നമ്മൾ ഡാറ്റ ഫ്രെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട്, പാൻഡസിലെ ഡാറ്റ ഫ്രെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിൽ പ്രൊഡക്റ്റ് ഹാൻഡിലർ, സ്റ്റേറ്റ്, റേറ്റിംഗ്, ടൈറ്റിൽ, ഓർഡർ, അങ്ങനത്തെ ഒരുപാട് ഡീറ്റെയിൽസ് ആണ് തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ പ്രൊഡക്റ്റുകളുടെ പേര്, അതായത് പ്രൊഡക്റ്റ് ഹാൻഡിൽ എന്ന് പറയുന്ന ഒരു കോളം നമ്മുടെ ബോഡിയാണ്. ബോഡി എന്ന് പറയുന്നത് നമുക്ക് റിവ്യൂസ് തന്നിട്ടുള്ള ആ ഒരു കോളമാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് പാർട്ടുകൾ. സോ പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ സെന്റിമെന്റിനെ ന്യൂമറിക്കലായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ആ ഒരു സെന്റിമെന്റിനെ ഒരു പുതിയ കോളായിട്ട് നമ്മൾ ആഡ് ചെയ്യാണ് ചെയ്തത്. നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഡാറ്റ ഫ്രെയിമിലേക്ക് ആ സെന്റിമെന്റിനെ നമ്മൾ ആഡ് ചെയ്തിട്ട് അത് നമ്മൾ സെപ്പറേറ്റ് സേവ് ചെയ്യും. ഇത്രയാണ് ഈ ഒരു കോഡിന്റെ ഈ ഒരു പാർട്ട് വരുന്നത്, ഫസ്റ്റ് പാർട്ട് വരുന്നത്. അങ്ങനെ ഓരോ റിവ്യൂസിനെയും ബെർട്ട് മോഡൽ പ്രെഡിക്ഷൻ നടത്തി അതിനെ സെന്റിമെന്റ് എന്ന പുതിയ കോളമാക്കി അത് നമ്മുടെ ഡാറ്റ സെറ്റിലേക്ക് അങ്ങനെ ആഡ് ചെയ്ത് ഫൈനലി നമ്മുടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഡാറ്റ സെറ്റ് ഒരു CSV ഫയലായിട്ട് നമ്മൾ സേവ് ചെയ്ത് വെക്കും. ഇത് പ്രൊജക്ടിന്റെ വലിയൊരു ക്രൂഷ്യൽ പാർട്ടാണ്. അതായത് സെന്റിമെന്റ് അനാലിസിസിന്റെ ഫൗണ്ടേഷൻ സെറ്റ് ചെയ്യുന്നത് ഈ ഒരു പാർട്ടിലാണ്. ഇനി നമുക്ക് കോഡിന്റെ സെക്കൻഡ് പാർട്ടിലേക്ക് കിടക്കാം. അപ്പം അതിനു മുന്നേ നമ്മൾ ഈ ഇതിൽ തന്നെ ഡാറ്റ സെറ്റിൽ നിന്ന് നമ്മുടെ പ്രൊഡക്ട്സും ഓരോ പ്രൊഡക്റ്റും എത്ര തവണ കസ്റ്റമേഴ്സ് വ്യൂ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ കൗണ്ടുമാണ് കൊടുത്തിട്ടുള്ളത്. അതായത് നമ്മുടെ ഡാറ്റ സെറ്റിൽ ഓരോ പ്രൊഡക്റ്റും ഓരോ കസ്റ്റമേഴ്സ്, ഇപ്പം ഫസ്റ്റ് പ്രൊഡക്റ്റ് എടുക്കുകയാണെങ്കിൽ ഈ ടിം ബാലാൻറ്റ് എന്ന് പറയുന്ന ഈ പ്രൊഡക്റ്റ് എടുക്കുകയാണെങ്കിൽ ഇതൊരു ബാൻഡാണ്, ബാൻഡിന്റെ ആൽബം ആണ്. ഈ ഒരു സംഗതി എടുക്കുകയാണെങ്കിൽ അത് 6 തവണ കസ്റ്റമേഴ്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഒരു ഡീറ്റെയിൽ എടുത്തിരിക്കുന്നതാണ് ഈ ഒരു പോർഷൻ വന്നിട്ട്. സെക്കൻഡ് പാർട്ട് ഓഫ് ദ കോഡിലേക്ക് കിടക്കുകയാണ്. ഇവിടെ നമ്മൾ ഗെറ്റ് സെന്റിമെന്റ് ഡിസ്ട്രിബ്യൂഷൻ എന്നൊരു ഫംഗ്ഷനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഒരു പ്രൊഡക്റ്റ് നെയിം കൊടുത്താൽ ഇത് ഫംഗ്ഷനിൽ ആ ഒരു സ്പെസിഫിക് പ്രൊഡക്റ്റിന്റെ സെന്റിമെന്റ് ഡിസ്ട്രിബ്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. ഇത്തരത്തിൽ ഈ ഫംഗ്ഷന്റെ ഒരു ലൂപ്പിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് ഡിഫറെന്റ് പ്രൊഡക്റ്റുകളുടെ പേര് കൊടുക്കുന്നതിനും പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് സെന്റിമെന്റ് ഇൻസൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതിനും സഹായിക്കുകയാണ് ഇത് ചെയ്യുന്നത്. പിന്നെ അപ്പം ഇതിൽ ഈ ഒരു പാർട്ടിൽ വന്നിട്ട് നമുക്കിത് എങ്ങനെയാണ് ഈ കോഡ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ഈ കോഡിനെ ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം.
ഈ ഒരു പാർട്ട് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ ഒരു ബോക്സ് വരും. ഈ ബോക്സിൽ നമ്മൾ പ്രൊഡക്റ്റിന്റെ പേരാണ് കൊടുക്കേണ്ടത്. അപ്പം ഈ ഒരു പ്രൊഡക്റ്റിന്റെ പേര് വന്നിട്ട് നമ്മൾ സെപ്പറേറ്റ് നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ട് വരുന്നത്. അപ്പം അതിനെ നമ്മൾ എടുത്തിട്ട് നമുക്ക് ആ ബോക്സിലേക്ക് ഒന്ന് ഇട്ട് നോക്കാം. അപ്പം അതിന് എന്തൊക്കെ വന്നിട്ടുണ്ട്, അതിന്റെ റിവ്യൂസ് എങ്ങനെയൊക്കെയാണ് വന്നിട്ടുള്ളത്, എത്ര പോസിറ്റീവ് ഉണ്ട്, എത്ര നെഗറ്റീവ് വന്നിട്ടുണ്ട്, എത്ര എണ്ണം ന്യൂട്രൽ വന്നിട്ടുണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. സോ നമ്മളതിട്ടു. ദെൻ എൻട്രി കൊടുക്കുന്ന സമയത്തേക്ക് ഓക്കെ, ഇതിൽ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ഇതിൽ DF ഡിഫൈൻഡ് ആയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം നമുക്കിതൊന്നും കൂടി നോക്കാം. ഇതിൽ DF ഹെഡ് വന്നു ആൻഡ് ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഓക്കെ. അപ്പം ഇതിൽ ഫസ്റ്റ് നമ്മുടെ ഓക്കെ അപ്ഡേറ്റഡ് റിവ്യൂസ് എക്സിക്യൂട്ട് ആയിട്ടില്ല, അതാണ് പ്രശ്നം. ഓക്കെ, അപ്പം നമുക്കിവിടെ കിട്ടിയത് ചെറിയൊരു പ്രോബ്ലം ആയിരുന്നു. നമ്മൾ ഡാറ്റ, അതായത് CSV ഫയൽ ഇതിൽ കൊളാബ് പേജിൽ അപ്ലോഡ് ചെയ്യാൻ മറന്ന കാരണമാണ്. അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വീണ്ടും കോഡ് ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ എക്സിക്യൂട്ട് ചെയ്യുമ്പം നമ്മുടെ ഫസ്റ്റ് പാർട്ടിന്റെ കോഡ് വന്നിട്ട് നമ്മുടെ ഡാറ്റ അപ്ലോഡ് ചെയ്യുന്നതാണ്, അത് വരും. ദെൻ നെക്സ്റ്റ് ഹെഡ് പാർട്ട് എടുത്തിട്ട് പിന്നെ നമ്മൾ സെന്റിമെന്റ് സെറ്റ് ചെയ്തിട്ട് സെന്റിമെന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു അഡീഷണൽ കോളം അതിൽ സെറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ്. ഓക്കെ, സോ ഇതിപ്പോൾ എക്സിക്യൂട്ട് ആവാൻ കുറച്ച് സമയം പിടിക്കും. ഓക്കെ, അപ്പം നമ്മുടെ ഗെറ്റ് സെന്റിമെന്റ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ഫംഗ്ഷന്റെ കോഡ് എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. അതിൽ നമുക്ക് ഫസ്റ്റത്തെ പ്രൊഡക്റ്റ് ഒന്ന് വന്നിട്ട് കൊടുക്കാം. ഫസ്റ്റത്തെ പ്രൊഡക്റ്റ് കൊടുക്കുമ്പോൾ നമുക്ക് അതിലേക്ക് ആ പ്രൊഡക്റ്റിന് എന്തൊക്കെ റിവ്യൂസ് വന്നിട്ടുണ്ട്, ആ റിവ്യൂസ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കിട്ടും. അപ്പോൾ ഇതിൽ 4 ന്യൂട്രൽ റിവ്യൂസും 2 പോസിറ്റീവ് റിവ്യൂസ് ആണ് പ്രൊഡക്റ്റിന് വന്നിരിക്കുന്നത്. അതിൽ നെഗറ്റീവ് റിവ്യൂസ് ഒന്നും വന്നിട്ടില്ല, വിച്ച് മീൻസ് ദാറ്റ് ആ പ്രൊഡക്റ്റ് കൊള്ളാവുന്ന ഒരു പ്രൊഡക്റ്റ് ആണെന്നാണ്. ഇപ്പോൾ നമുക്ക് അതിന്റെ സെക്കൻഡ് പ്രൊഡക്റ്റ് വേണമെങ്കിൽ ഒന്ന് എടുത്തിട്ട് ഒന്നുകൂടി നോക്കാം. ഇപ്പോൾ നമുക്ക് ഏത് പ്രൊഡക്റ്റ് ആണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ പ്രൊഡക്റ്റ് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിന് എങ്ങനെയാണ് റിവ്യൂ വന്നിട്ടുള്ളതെന്ന് നമുക്ക് കൃത്യമായിട്ട് ഇതിലൂടെ നമുക്ക് കിട്ടാനായിട്ട് സാധിക്കും. സെക്കൻഡ് പ്രൊഡക്റ്റ് കൊടുത്തപ്പം അതിന് 5 ന്യൂട്രൽ ആൻഡ് 1 പോസിറ്റീവ് ആണ്, നെഗറ്റീവ് സെന്റിമെന്റ് ഒന്നും വന്നിട്ടില്ല. സോ ഇങ്ങനെ നമുക്ക് ഓരോ പ്രൊഡക്റ്റും പരിശോധിച്ചിട്ട് അതിന്റെ റിവ്യൂസിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ആ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. സോ ഇത് നമ്മുടെ കസ്റ്റമേഴ്സിന്റെ എക്സ്പീരിയൻസ് ഒന്നും കൂടി എൻഹാൻസ് ചെയ്യുന്നതായിരിക്കും. സോ അത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കോഡിന്റെ ലാസ്റ്റ് പാർട്ടിലേക്ക് കിടക്കാം. അപ്പം ഈ കോഡിന്റെ ലാസ്റ്റ് പാർട്ടിൽ വന്നിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത് ഹഗ്ഗിംഗ് ഫേസിലെ ട്രാൻസ്ഫോമർ ലൈബ്രറിയിൽ നിന്നിട്ട് എടുത്തിട്ടുള്ള ബെർട്ട് മോഡൽ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ കോഡിൽ ഇവിടെ സെന്റിമെന്റ് അനാലിസിസ് പ്രോസസ്സിനെ സ്പീഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പാരലൽ കമ്പ്യൂട്ടിംഗ് എന്ന ഫംഗ്ഷൻ ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൽ റിവ്യൂസിനെ 1 by 1 ആയി അനലൈസ് ചെയ്യുന്നതിന് പകരം സൈമൾട്ടേനിയസ്ലി ഓരോ ബാച്ചുകളായി അവയെ പ്രോസസ്സ് ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് നമ്മുടെ സിസ്റ്റത്തെ കൂടുതൽ എഫിഷ്യൻ്റ് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ബെർട്ട് മോഡലിനെ പാരലൽ കമ്പ്യൂട്ടിംഗ് ആയിട്ട് കമ്പൈൻ ചെയ്ത് നമുക്ക് ഒരുപാട് വലിയ ഡാറ്റ സെറ്റുകളിൽ നിന്ന് ഇതുപോലെ ഇൻഫർമേഷൻസ് എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട് സാധിക്കും. സോ റോ ആയിട്ട് കിടക്കുന്ന കസ്റ്റമർ റിവ്യൂസിൽ നിന്ന് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജികൾ യൂസ് ചെയ്തിട്ട് ആക്ഷനബിൾ ഇൻസൈറ്റ്സ് എങ്ങനെ എടുക്കാമെന്നതാണ് ഈ പ്രൊജക്റ്റിലൂടെ നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് ഈ കോഡ് ഒന്നുകൂടി ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഈ കോഡ് എക്സിക്യൂട്ട് ചെയ്യുമ്പം കുറച്ച് ടൈം എടുക്കും. ഓക്കെ, നമുക്ക് അപ്പം നമ്മുടെ ലാസ്റ്റ് പാർട്ട് ഓഫ് ദ കോഡ് എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പ്രൊഡക്റ്റിന്റെ പേര് കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് പ്രൊഡക്റ്റിന്റെ പേര് തന്നെ നമുക്ക് എടുത്ത് കൊടുക്കാം. ടിംലാൻഡിന്റെ ബാൻഡ് നെയിം കൊടുക്കാം. സോ അത് കൊടുക്കുമ്പോൾ എന്താ കിട്ടണമെന്നുള്ളത് നോക്കാം. ഓക്കെ, സോ നേരത്തെ വന്ന പോലെ തന്നെ 4 ന്യൂട്രൽ 2 പോസിറ്റീവ് എന്നുള്ള ഔട്ട്പുട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ പ്രൊഡക്റ്റിന്റെ റിവ്യൂ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതിന്റെ ഒരു ഔട്ട്ലൈൻ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. അപ്പം ഈ ഒരു കോഡ് ഉപയോഗിക്കുക എന്ന് വെച്ചാൽ 2 കോഡിന്റെ ഔട്ട്പുട്ട് സെയിം ആണെങ്കിൽ ഈ ഒരു കോഡ് ഉപയോഗിക്കുമ്പോൾ അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കൂടുതൽ, അതായത് വലിയ ഡാറ്റ സെറ്റൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ഇത് ഇത്രയും കൂടി നിങ്ങൾക്ക് എളുപ്പമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ സഹായിക്കും എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത വരുന്നത്. സോ നമുക്ക് ഇതിന് എക്സിറ്റ് ചെയ്യാം. ആൻഡ് ഇത്തരത്തിൽ ഉള്ള ഇൻസൈറ്റ്സ് കാവ് എന്ന ഓൺലൈൻ ഷോപ്പിംഗ് പ്ലാറ്റ്ഫോമിൽ അവിടെ കസ്റ്റമേഴ്സിനെ മനസ്സിലാക്കുന്നതിനും യൂസർ എക്സ്പീരിയൻസ് എൻഹാൻസ് ചെയ്യുന്നതിനും വളരെയധികം സഹായിക്കുന്നുണ്ട്. ഇഫ് യു ഫൗണ്ട് ദിസ് വീഡിയോ ഇൻസൈറ്റ്ഫുൾ, ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ആൻഡ് സെന്റിമെന്റ് അനാലിസിസിനെ പറ്റി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഡ്രോപ്പ് ദം ഇൻ ദ കമന്റ്സ് ബിലോ. താങ്ക്സ് ഫോർ ജോയിനിങ് ഓൺ കാർട്ടർ സ്കൂൾ ഓഫ് ടെക്നോളജി. Until next time, happy coding.